നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് നമ്മുടെ മത്തിയും കപ്പങ്ങയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഒഴിച്ചേറിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കപ്പങ്ങ കിട്ടുമ്പോൾ ഈ മത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. ഞാൻ ഉറപ്പ് തന്നെ സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കൂട്ടുകാരെ. കറി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കപ്പങ്ങയെല്ലാം കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഓലന് നമ്മൾ കുമ്പളങ്ങയൊക്കെ കനം കുറച്ച് അരിഞ്ഞെടുക്കില്ലേ, അതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൺചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചു. അത് പൊട്ടി വന്നപ്പോൾ സ്വല്പം കടുകും കൂടെ ചേർത്ത് കൊടുത്തു. അതും പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചെറുതാക്കി നുറുക്കി ചേർത്തത്. അതും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അത് ഒരുവിധം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മളൊരു അരപ്പ് റെഡിയാക്കിയിട്ട് തേങ്ങ ചിരവിയത്, 3 അല്ലി ചെറിയ ഉള്ളി, പിന്നെ 4 പിരിയൻ മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ കൂട്ടുകാരെ അത് ചേർത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നു. ആ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതൊന്ന് തിളച്ച് വരുമ്പോൾ, വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ കപ്പങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അത് ഇനി ഒരു തിള വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ മത്തിയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കപ്പങ്ങ നമ്മൾ കനം കുറച്ചാണല്ലോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി മത്തിയും കപ്പങ്ങയും കൂട്ടാൻ ഇവിടെ റെഡിയാണ് കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാർ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപാര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.